ആചാരപ്പെരുമയിൽ തൃശൂർ പൂര വിളംബരം ഇന്ന് രാവിലെ 8:30 ദേശത്തു നിന്ന് പുറപ്പെടുന്ന നെയ്തലക്കാവിലമ്മ 11 മണിയോടെ വടക്കുന്നാഥനിൽ പ്രവേശിക്കും. 11:30 തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെയാണ് തൃശൂർ പൂരത്തിന് വിളംബരമാകുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? നമുക്കറിയാം വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പൂരമാണ്. പതിവ് പോലെ ഉള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് നെയ്തലക്കാവിലാണ്. നമുക്കറിയാം നെയ്തലക്കാവ് അമ്മയാണ് പൂര വിളംബരം നടത്തുന്നത്. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നെയ്തലക്കാവ് അമ്മയ്ക്കാണ് നിർവഹിക്കാനുള്ള അവകാശം ശക്തൻ തമ്പുരാൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചടങ്ങുകൾക്കൊക്കെ ആരംഭമാകുന്നതേ ഉള്ളൂ. 8 മണിയോടെയാണ് ഈ ഒരു പൂര വിളംബര ചടങ്ങുകൾ ഇവിടുന്ന് തുടങ്ങുക. അതായത് ഇവിടുന്ന് എഴുന്നള്ളിച്ച് അത് ഭഗവതി നേരെ വടക്കുനാഥ സന്നിധിയിലെത്തി വടക്കുനാഥനെ വഴി പുറത്തിറങ്ങുന്നതോടെയാണ് പൂരത്തിൻ്റെ വിളംബരമാകുന്നത്. നമ്മോടൊപ്പം നെയ്തലക്കാവ് ദേവസ്വത്തിലെ പ്രസിഡന്റ് ശ്രീ അനൂപ് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ചടങ്ങുകൾ? ഈ പൂരത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഒരു പ്രൗഢി കുറച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാം പ്രൗഢി കുറച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത തൃശ്ശൂർ പൂരത്തിന് നാന്ദി കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് പൂരവിളംബരം. ആ തൃശ്ശൂർ പൂരവിളംബരം നടത്തുന്നത് കുറ്റൂർ ശ്രീ നെയ്തലക്കാവിലമ്മയാണ്. അതിന് തട്ടകനികവാസികളുടെ അകമ്പടിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് രാവിലെ 8 മണിക്ക് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി എറണാകുളം ശിവകുമാരൻ്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് 8 മണിക്ക് പുറപ്പെടും. നമ്മൾ 10 മണിക്ക് മണികണ്ഠനാലിൻ്റെ അവിടെ എത്തി നാദസ്വരം അവിടെ അവസാനിച്ച് കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്തെത്തി അവിടുന്ന് തെക്കേ ഗോപുര നടയിൽ ഒരു ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ തെക്കേ ഗോപുര നടയിലെത്തി തെക്കേ ഗോപുര നട തുറന്ന് വടക്കുനാഥനെ വണങ്ങി പൂരത്തിന് അനുവാദം ചോദിച്ച് എല്ലാ ഘടകപൂരങ്ങളെയും ഭക്തജനങ്ങളെയും പൂരാസ്വാദകരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് അവിടെ നടക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തൃശ്ശൂർ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി ശ്രീമൂലസ്ഥാനത്തെത്തി നെയ്തലക്കാവ് ഭഗവതിയും തട്ടകനിവാസികളും കൂടി പൂരവിളംബരം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. അതിന് എല്ലാ ഭക്തജനങ്ങളെയും പൂരാസ്വാദകരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ വലിയ തിരക്ക് നമ്മൾ ഈ സമയത്ത് കണ്ടിരുന്നു. ഇപ്പം എല്ലാവരും ഈ ഒരു ദുരന്തത്തിൻ്റെ ഇതിൽ അല്പം മാറി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ് എല്ലാവർക്കും. അതിനോടനുബന്ധിച്ച് നമുക്കിപ്പോൾ നടക്കാൻ പോകുന്ന പൂരവിളംബരത്തിന് പഴയ പ്രൗഢിയ പോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും പൂരാസ്വാദകരും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എത്ര മണിക്കാണ് ചടങ്ങ്? 12 മണി. ചടങ്ങ് ഏകദേശം ഒരു 12 മണിക്ക് തെക്കേ ഗോപുരം നട തുറക്കും. ഒരു 12:30 പൂരവിളംബരം നടത്താറാണ് പതിവ്. അത് ഇപ്പോഴും ഇപ്രാവശ്യവും അതേപോലെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് അനിയന്മാരുടെ മേളമാണ് അതിൽ ഏറ്റവും പ്രധാനം. കിഴക്കൂട്ട അനിയന്മാരുടെ മേളമാണ് ഇപ്രാവശ്യം നെയ്തലക്കാവിലമ്മയ്ക്ക് പൂരവിളംബരം നടത്തുന്നതിനും തെക്കേ ഗോപുരം നട തുറക്കുന്നതിനും നമ്മൾ അനിയന്മാരാരെയാണ് നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തിന് ഇത്തവണ ഉണ്ടാവും. അതാണ് ചടങ്ങുകൾ. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് തൃശ്ശൂർ നഗരത്തിൽ അല്പം മാറിയുള്ള ക്ഷേത്രമാണ്. ഇവിടെ ശിവന്റെ പ്രതിഷ്ഠയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ശിവക്ഷേത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ തിരിച്ചറിഞ്ഞ് നെയ്യും എള്ളും ഒരു താരത്തിൽ പിടിച്ചുകൊണ്ടുള്ള നടത്തി ഭഗവതി ഇവിടെ കുടിയിരുത്തിയത്. അതാണ് നെയ്തിലക്കാവ് പിന്നീട് നെയ്തലക്കാവ് ആവുകയാണ്. ശക്തൻ തമ്പുരാൻ്റെ പ്രത്യേക ഭക്തി ഈ ക്ഷേത്രത്തിലെ ഭഗവതിയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭഗവതിയുടെ തന്നെ ഈ ക്ഷേത്രത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം നടത്താനുള്ള ചുമതല അല്ലെങ്കിൽ അധികാരം നൽകിയത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ക്ഷേത്രങ്ങളിലൊന്നായിട്ട് നെയ്തലക്കാവ് മാറുന്ന അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ രാവിലത്തെ ചടങ്ങുകളൊക്കെയാണ്. 8 മണിയോടെയാണ് ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കുക. ദേവിയുടെ ക്ഷേത്രം ശ്രീകോവിലിലാണ്. ഇവിടെ നിന്നും കോലം എറണാകുളം ശിവകുമാരൻ്റെ ശിരസിലേറ്റി 8 മണിയോടെ തന്നെ ഇവിടുത്തെ ആചാരങ്ങൾ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. ഏകദേശം 2-3 മണിക്കൂർ സമയമെടുത്ത് ആണ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുക. നേരത്തെ ശ്രീ അനൂപ് പറഞ്ഞതുപോലെ മണികണ്ഠനാൽ
പരിസരം മുതൽ അവിടുന്ന് അനിയന്മാരുടെ കിഴക്കൂട്ട അനിയന്മാരുടെ മേളമാണ് ഇത്തവണത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം കിഴക്കൂട്ട് പാറമേക്കാവിൻ്റെ മേളപ്രമാണിയാണ്, കലിഞ്ഞത്തറ മേളത്തിൻ്റെ പ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ മേളത്തിൻ്റെ അകമ്പടിയോടെയാകും വടക്കുന്നാഥ സന്നിധിയിലേക്ക് നെയ്തലക്കാവുമ്പോൾ എത്തുക. തുടർന്ന് പടിഞ്ഞാറൻ നടയിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വടക്കുനാഥനെ വണങ്ങി തെക്കേ ഗോപുരനട തുറക്കുന്നതാണ് ഏറ്റവും തെക്കേ ഗോപുരനട പൂരത്തിൻ്റെ സമയത്തും ശിവരാത്രി സമയത്തും മാത്രമാണ് തുറക്കുക. പണ്ട് കാലത്ത് ഈ തെക്കേ ഗോപുരനട തുറക്കുന്നതും വളരെ വളരെ ദൂരമായ വിരളമായ സാഹചര്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ തെക്കേ നട തുറക്കുമ്പോൾ അതിന് പ്രത്യേക അധികാരം വേണം എന്നുള്ളതും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെക്കേ ഗോപുരനട തുറക്കുവാനുള്ള അവകാശം നെയ്തലക്കാവുമ്പയ്ക്ക് നൽകിയത്. അപ്പോൾ അതിനുശേഷം നെയ്തലക്കാവുമ്പ തെക്കേ നട തുറന്നതിന് ശേഷം പിന്നീട് പടിഞ്ഞാറേ നടയിലെത്തി അവിടെ ശ്രീമൂലസ്ഥാനത്തുള്ള നിലപാട് തറയിലെത്തി പൂരവിളംബരം ചെയ്യുന്നതോടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാവുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെയാണ് ചടങ്ങുകൾക്ക് ആരംഭമാകുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നെയ്തലക്കാവിൽ പുരോഗമിക്കുന്നത്. 8 മണിയോടെ തന്നെ ഇവിടെ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കും. അനുശ്രീ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.